ഹലോ, അപ്പോൾ പാലക്കാട്ടുകാരുടെ റാവുത്തർ ബിരിയാണിയിൽ ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സ്പെഷ്യൽ ഐറ്റമാണ് നമ്മുടെ കാച്ചാർ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കാം. അതിനായിട്ട് ചട്ടിയിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ വരും. എണ്ണ ഒഴിച്ച ശേഷം നമ്മൾ അല്പം കടുക് ഇട്ട് കൊടുക്കുന്നു, അല്പം ഉലുവ ഇട്ട് കൊടുക്കുന്നു, അല്പം ജീരകം ഇട്ട് കൊടുക്കുന്നു. നല്ല ജീരകമാണ്. അതിനുശേഷം സ്പൈസസ് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇവ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സവാള ഇട്ട് കൊടുക്കുന്നു. സവാള നല്ലപോലെ ബ്രൗൺ കളറായി വരുന്നത് വരെ വഴറ്റണം. അതിനു മുമ്പ് നമ്മളിതിലേക്ക് മട്ടൻ്റെ പീസസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൊതുവെ നമ്മൾ എല്ല്, കൊഴുപ്പ് അങ്ങനത്തെ പീസസ് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ആഡ് ചെയ്യാം. പക്ഷെ നമ്മളിവിടെ ഒരു 2-3 പീസാണ് ആഡ് ചെയ്യണത്. അപ്പോൾ അത്രയും നമ്മൾ ആഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒരു പച്ചമുളക് സ്ലിറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മളിതിലേക്ക് ചെറിയുള്ളി ആഡ് ചെയ്യുന്നുണ്ട്. ചെറിയുള്ളി ഒരു 2 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ക്രഷ് ചെയ്ത് ചതച്ചെടുത്താണ് കേട്ടോ, ഒരുപാട് അരഞ്ഞു പോകരുത്. അതിനുശേഷം നമ്മളിതിലേക്ക് വെളുത്തുള്ളി ആഡ് ചെയ്യുന്നുണ്ട്. വെളുത്തുള്ളി ഒരു 1.5 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. അത് നല്ലപോലെ ക്രഷ് ചെയ്തെടുത്താണ്, അരച്ചെടുത്തതല്ല. അതേപോലെ ഇഞ്ചി നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഫൈനാക്കി അരച്ചെടുക്കും. ഇഞ്ചിയും അതേപോലെ 1.5 ടീസ്പൂണോളം ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വരുമ്പോൾ നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ, 1 ടീസ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ അല്പം മഞ്ഞൾപ്പൊടി. ഇതിന് നമ്മൾ പരിപ്പ് വേവിക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് നേരത്തെ പരിപ്പിലിട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിൽ ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഒരു 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി അതും ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരല്പം ഗരം മസാലപ്പൊടി, ഒരു 1/4 സ്പൂണോളം ഗരം മസാലപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് പച്ചക്കറി ആഡ് ചെയ്യാണ്. പച്ചക്കറി നമ്മളിവിടെ മുരിങ്ങക്കായ്, കുമ്പളങ്ങ, വാഴയ്ക്ക, വഴുതിനങ്ങ, പിന്നെ ഉരുളക്കിഴങ്ങ് ഇതാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് കോമൺ ആയിട്ട് എടുക്കുന്ന വെജീസ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജീസും ആഡ് ചെയ്യാം. ക്യാരറ്റ് അങ്ങനെ അതൊന്നും പൊതുവെ ആഡ് ചെയ്യാറില്ല. ഇതൊക്കെയാണ് ഒതൻറ്റിക് ആയിട്ടുള്ള റെസിപ്പി. പിന്നെ നമ്മളിതിലേക്ക് അല്പം ഉപ്പും കൂടി ഇട്ടിട്ട് മസാലയിൽ നല്ലപോലെ ഈ വെജിറ്റബിൾസ് കോട്ട് ചെയ്തെടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഞാനിവിടെ ഒരു 2 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മളിതിനെ മൂടി വെച്ച് വേവിക്കാൻ പോവാണ്. അതിന് കുറച്ച് മുമ്പായിട്ട് നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഇപ്പോൾ കുറച്ചിട്ടാൽ മതി കറിവേപ്പിലയും മല്ലിയിലയും ചേർക്കുന്നു. നമ്മൾ പിന്നീട് ധാരാളം ഇടുന്നുണ്ട് ലാസ്റ്റ്. അതിനുശേഷം ഇത് മൂടി വെച്ചിട്ട് നല്ലപോലെ വേവിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ നമ്മൾ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് തുവരപ്പരിപ്പും ഉണ്ട്, കടലപ്പരിപ്പും ഉണ്ട്. രണ്ടും ഈക്വൽ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് നമ്മൾ നല്ലപോലെ വേവിച്ചെടുക്കുക. നല്ലപോലെ വേവിക്കണം, നല്ല ഉടഞ്ഞ് വരുന്നത് പോലെ വേവിക്കണം. കുറച്ച് മുമ്പേ കുതിരാനിട്ടാലും നല്ലപോലെ വേവും. അതിനുശേഷം നമ്മളിതിലേക്ക് നല്ല ഫൈനായിട്ട് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ, പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ ധാരാളം കറിവേപ്പിലയും മല്ലിയിലയും. ഈ ഒരു സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ഇതിന് കുറച്ച് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നിറയെ കറിവേപ്പില ഇങ്ങനെ നമ്മൾ ആ ഇതോടുകൂടെ തന്നെ സ്റ്റെമ്മോടുകൂടെ തന്നെ ഇടുക. പിന്നെ അതേപോലെ നിറയെ മല്ലിയിലയും ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് ഒരു അല്പം പുളിയും കൂടെ ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ കാച്ചാർ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ബൈ.